നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പശ്ചിമ കൊച്ചിയിൽ നിന്ന് കൊച്ചി നഗരസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ തെളിഞ്ഞതോടെ വീറും വാശിയുമേറിയ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ വിമത സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും എല്ലാവരും വലിയ പ്രചരണത്തിലാണ് ഇത്തവണ തയ്യാറായിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളും തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. വാർഡ് തല കൺവെൻഷനുകൾ കഴിഞ്ഞതിന് പിന്നാലെ മുന്നണികൾ ഇപ്പോൾ ബൂത്ത് തല കൺവെൻഷനുകളിലേക്കും കുടുംബയോഗങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. പശ്ചിമകൊച്ചി മേഖലയിൽ നിന്നും 32 വാർഡുകളിൽ നിന്നായി 92 സ്ഥാനാർത്ഥികളാണ് പ്രധാന മുന്നണികളിൽ നിന്നും ജനവിധി തേടുന്നത്. കൂടാതെ വിവിധ പാർട്ടികളുടെ വിമത സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വേറെയുമുണ്ട്. പല ഡിവിഷനുകളിലും പാർട്ടിക്കകത്ത് പടലപ്പിണക്കങ്ങളും നിലവിലുണ്ട്. നിലവിലെ 9 കൗൺസിലർമാരും 6 മുൻ കൗൺസിലർമാരും ഇത്തവണ അംഗത്തിനിറങ്ങിയിട്ടുണ്ട്. നഗരസഭയിലെ ആദ്യ BJP കൗൺസിലർ ശ്യാമള S. പ്രഭു, മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാർ, നിലവിലെ കൗൺസിലർ ബാസ്റ്റിൻ ബാബു എന്നിവരാണ് വിമതരിൽ പ്രമുഖരായി രംഗത്തുള്ളത്. ഇതിൽ ശ്യാമള പ്രഭു BJPയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ട്. 4 ഇടങ്ങളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.